ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ വീശി പാടിയാലോ? ആരാധന യേശുവേ, ആരാധന കർത്താവേ, ആരാധന ആരാധന ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ സ്നേഹിക്കാനും ആരാധിക്കാനും അനുസരിക്കാനും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരിക്കുക, പരിശുദ്ധാത്മാവിനെ എതിർക്കാതിരിക്കുക, മല്ലിടാതിരിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധമാണല്ലോ. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ ഓരോ നിലപാടുകളിലും എത്രത്തോളം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനും സ്നേഹിക്കുവാനും വേദനിപ്പിക്കാതെ സ്നേഹത്തിലായിരിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ മേഖലകളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം തിരുവചനം. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചേ. നമ്മളെല്ലാവരും മുദ്ര സ്വീകരിക്കപ്പെട്ടവരാണ്. മാമോദീസായിലൂടെ നിന്നെ ദൈവം മുദ്രിതമാക്കി. മുദ്ര നിന്റെ തലയിൽ. മാമോദീസ ജലം വീണ നീ ഓർക്കണം, നീ മുദ്ര സ്വീകരിക്കപ്പെട്ട വ്യക്തിയാണ്. നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരടയാളം നൽകപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വേദനിപ്പിക്കുകയാണല്ലോ. എനിക്ക് നൽകപ്പെട്ട മുദ്ര നഷ്ടപ്പെടുത്തി കളയുകയാണല്ലോ. ഓരോ മേഖലകളും മനസ്സിൽ ഓർക്കുക. പ്രത്യേകിച്ച് കള്ളം പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, നമ്മുടെ സംസാരത്തിൽ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ, നമ്മൾ കാരണം മറ്റുള്ളവർ കരയുമ്പോൾ, താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ, ചീത്ത വാക്കുകൾ പറയുമ്പോൾ, കുറ്റം വിധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ക്ഷമിക്കാത്ത അവസ്ഥ, ക്ഷമിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ മനസ്സിലെ മുറിവുകളും ഓർമ്മകളും നമ്മളെ ക്ഷമിക്കാൻ അനുവദിക്കുന്നില്ല. അത്തരം ചില അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങളെ സമർപ്പിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ, ഇതിനു മുമ്പ് കുമ്പസാരിച്ചതായിരിക്കാം,
ഓരോ കുമ്പസാരത്തിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഇനി മേലിൽ ഞാൻ ഈ പാപപ്രവൃത്തിയിലേക്ക് പോകില്ല. എന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എനിക്ക് ശുദ്ധത വേണം, വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ വേണം. അഹങ്കാരവും അസൂയയും. അഹങ്കാരം, ഞാൻ എന്തോ ആണ്, ഇതെല്ലാം ഞാൻ സമ്പാദിച്ചതാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ കുടുംബ പാരമ്പര്യമാണ്, ഞാൻ എന്തോ ആണെന്ന ചിന്ത, അത് വലിയ അപകടമുണ്ടാക്കും, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും. പരിശുദ്ധാത്മാവ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളോട് സംസാരിച്ചപ്പോൾ കേട്ടിട്ടും നമ്മളത് ഗൗനിക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ടോ, അനുസരിക്കാതെ പോയിട്ടുണ്ടോ? ആ മേഖലകളെ ഓർക്കുക. പരിശുദ്ധാത്മാവേ, ഇന്ന് എൻ്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയത്, പ്രാർത്ഥനയിൽ വരേണ്ട അവസ്ഥ വന്നത്, ആത്മീയ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയത്, ദൈവത്തിൽ നിന്ന് അകന്നതുപോലെ ഞാൻ അനുഭവപ്പെടുന്നതിൻ്റെ ഒക്കെ കാരണം ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതാണ്. പരിശുദ്ധാത്മാവേ, ഇതാ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ വേദനിപ്പിക്കില്ല. പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഇനി വേദനിപ്പിക്കില്ല. എൻ്റെ ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് ഞാൻ വേദനിപ്പിക്കില്ല. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഇതെൻ്റെ തീരുമാനമാണ്. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ തീരുമാനമാണ്. ഓരോ വ്യക്തിയും ആ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ചേർന്ന് ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ അനുസരിക്കും. യെസ്. ഞാൻ നിന്നെ അനുഗമിക്കും. ആമേൻ. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോളൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ആമേൻ. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. സാധിക്കുമെങ്കിൽ ഒന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ തറയിലൊന്ന് മുട്ടിച്ചുകൊണ്ട് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒന്ന് മുട്ടുകുത്തി പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും തരത്തിൽ നിർവീര്യമാക്കിയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് എന്ന തീ നമ്മൾ അണച്ചു കളയുന്ന, കെടുത്തിക്കളയുന്ന പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. കുഞ്ഞു 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 പാപപ്രവൃത്തികളായിരിക്കാം. സാരമില്ലെന്ന് നമ്മൾ കരുതി പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരങ്ങൾ അലസത മൂലം ഉപേക്ഷിച്ച് കളഞ്ഞു. പലതരത്തിലുള്ള പ്രചോദനങ്ങൾ കിട്ടി ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ, പക്ഷേ അത് വിട്ടുകളഞ്ഞു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഏതെങ്കിലും വിധത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഭയവും അസ്വസ്ഥതയും ഒക്കെ ഞാൻ നിർവീര്യമാക്കിയത് കൊണ്ടാണെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവെ, ഞാനിതാ സമർപ്പിക്കുന്നു. തുടർന്ന് അൾത്താരിലേക്ക് നോക്കി 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് റൂഹായേ റൂഹായേ പ്രാർത്ഥിച്ചേ. റൂഹായി റൂഹായി എന്നിൽ നിറയണമേ. ചേർന്ന് പാടിക്കുകയും റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ. റൂഹായേ റൂഹായി 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 എന്നിൽ നിറയണമേ. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 51-ാം തിരുവചനം, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കരുത്. ഏതെങ്കിലും വിധത്തിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ മല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളൊക്കെ സമർപ്പിച്ച് റൂഹായേ റൂഹായേ, ഈ ശുശ്രൂഷ സമയത്തിൽ എൻ്റെ മേൽ കാറ്റായി തീയായി വീശണം. റൂഹായേ ചേർന്ന് പാടിക്കേ. റൂഹായേ റൂഹായേ കാറ്റായി വീശണമേ. സംഭവിക്കട്ടെ. റൂഹായി റൂഹായി കാറ്റായി വീശണമേ. റൂഹായേ റൂഹായി 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 കാറ്റായി വീശണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളൊരു തീരുമാനമെടുക്കുകയാണ്.
ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവരോട് നിരന്തരമായ സ്നേഹം, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം സ്നേഹത്തോടെ കൊണ്ടു നടക്കാനുള്ള വലിയൊരു തീരുമാനം. പരിശുദ്ധാത്മാവ് വെറുമൊരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. 2 കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പരിശുദ്ധാത്മാവ് ഇന്നും ഇവിടെ ജീവിക്കുന്നു. കൈയടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞേ. നല്ല കൈയടി കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കേണ്ട. ഒറ്റ തീരുമാനമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തീരുമാനം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മനസ്സിനെയും വികാര വിചാരങ്ങളെയും വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനുള്ള തീരുമാനം. ആദിമ ക്രൈസ്തവർ അങ്ങനെ അനുസരിച്ചപ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരനുഭവിച്ചത്. അവരോർത്തോർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് അവർ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് നീ ഇന്ന് നിന്റെ വീട്ടിൽ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, ചില വ്യക്തികളാവാം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മകളോ മകനോ, നിന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ, വീട്ടിലെ ഏതെങ്കിലും കാര്യങ്ങൾ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു തരുന്നു. പറഞ്ഞോ, പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിലേക്ക് വെച്ചു തരുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു ഇടപെടൽ സംഭവിക്കും. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിന്റെ ജോലി മേഖലയിൽ ഭാരമുണ്ടോ? പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ. നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ദുഃഖം, ഇവിടെ പ്രാർത്ഥിക്കുന്ന ദമ്പതികളുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇടപെടും. അസാധ്യമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു നൽകും. വിശ്വസിക്കണം. അഡ്മിഷനോട് ബന്ധപ്പെട്ട് ഭാരമുണ്ടോ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കാരണം എന്തെന്നറിയോ? ഒരു മകളുടെ മുമ്പോട്ടുള്ള വളർച്ച കൃത്യമായി അറിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ക്രമീകരിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. സാമ്പത്തിക കടബാധ്യതകൾ വിഷമിക്കുന്നവരുണ്ടല്ലോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എന്താണെന്നറിയോ? നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നീ കാണാത്ത, നിന്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാത്ത, നിന്റെ ആലോചനയിൽ ഇന്ന് പോലും വരാത്ത കാര്യം പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ അത് വിശ്വസിക്കണം. രോഗികളുണ്ടോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ സങ്കടത്തെ പരിശുദ്ധാത്മാവിന് കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഏതെങ്കിലും വരണ്ട അവസ്ഥകളുണ്ടോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ. പരിശുദ്ധാത്മാവേ, 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 the mighty power. ആദിമ ക്രൈസ്തവ ജനതയിൽ പ്രവർത്തിച്ചതേ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത്, ഈ കാലഘട്ടത്തിൽ വെളിപ്പെടട്ടെ, ഈ ദൈവജനത്തിൽ വെളിപ്പെടട്ടെ, ഒരു പുത്തൻ കൃപയായി മാറട്ടെ. നന്നായിട്ട് എല്ലാവരും ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ വിളിച്ച് ആത്മാവേ. യെസ്, കൈകളൊക്കെ അടിച്ച് സന്തോഷത്തോടെ പാടിക്കുകയും നന്നായിട്ട് കൈയടിച്ച്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കൈയടിക്കാൻ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനിലുള്ളവര് നന്നായിട്ട് കൈയടിച്ചു. യെസ്, ഈ കൈയടിച്ച് പാടുന്ന സമയം തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ വലിയൊരു വെളിപ്പെടുത്തലുണ്ടാവും. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് നിനക്ക് ഉത്തരം നൽകും. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. കൈയടിച്ച് പാടിക്കും. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു. പഠിക്കേ. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു. മാളിക മുറിയിൽ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടേ. ആമേൻ. യെസ്, ചെങ്കടൽ പോലും
കാറ്റേ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിച്ചേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സ്വരമുയർത്തി വിളിച്ചേ. ഓരല്ലോ എല്ലാവരും ചേർന്ന് ആമേൻ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പാടി പാടി. യെസ്. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആമേൻ. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ മേൽ ഒരു പുതിയ അഭിഷേകമായിട്ട് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാവരും പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അനേകരില് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേകരുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ആനന്ദം എന്നുള്ള വലിയൊരു ഫലം നൽകുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ള ഭയത്തെ എടുത്തു മാറ്റുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളില് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. സഹോദര സഹോദരി വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. കർത്താവേ, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും, ഒന്നോ രണ്ടോ പേരെന്നല്ലെന്ന്, മറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ കൃപകളാണ് വെളിപ്പെടുന്നത്. ഒത്തിരി വ്യക്തികളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വലിയ ആനന്ദം നൽകുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ അറിയാമെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിന് നിന്നെ അറിയാം. ചിലരോട് പറയുകയാണ് പരിശുദ്ധാത്മാവിന് നിന്നെ അറിയാം. ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാനിനി രക്ഷപ്പെടുവോ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള വ്യക്തിയോട് ചെവിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിന് നിന്നെ അറിയാം. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അനേകം ആത്മീയ കൃപകൾ, വചനം വായിക്കാനുള്ള കൃപ, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അനേകർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ അനേകർക്ക് ഭാഷാവരമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അത് ഉപയോഗിച്ചൊക്കെ പ്രാർത്ഥിച്ചോണം കേട്ടോ. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സമ്പാദ്യമാണ്, അതങ്ങോട്ട് സ്വീകരിച്ചോണം. യെസ്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കിടപ്പ് രോഗിയായ അപ്പനെ ഓർത്ത് വളരെ വിഷമിച്ചുകൊണ്ട് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന
ഒരു മകൻ വിദേശ രാജ്യത്തിരുന്ന് പങ്കെടുക്കുന്നു. അപ്പനെ ഓർത്ത് ഭയങ്കര സങ്കടത്തിലാണ്. കാരണം അപ്പൻ രോഗിയാണ്, അപ്പൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പൻ്റെ ശുശ്രൂഷയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല, അപ്പനെ ഒന്ന് ചികിത്സിക്കണം, അടുത്തിരിക്കണം, അല്പം ഭക്ഷണമൊക്കെ വാരി കൊടുക്കണമെന്നൊക്കെ ആ മകൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. എൻ്റെ മകനെ, നീ അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. നീ വിഷമിക്കേണ്ടെന്ന്, നീ വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അഡ്മിഷനെ ഓർത്ത് വിഷമിച്ചു എന്ത് ചെയ്യും എന്ന് വല്ലാണ്ട് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നതേ അനേകരുണ്ട്. 1-2 പേരല്ല കേട്ടോ, അനേകര്. കണ്ടോ, കർത്താവിൻ്റെ കാരുണ്യം നിനക്ക് വെളിപ്പെടും. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. പ്രത്യേകിച്ച് ചില കുടുംബങ്ങളിലൊക്കെയുള്ള വലിയൊരു സങ്കടമാണ്, ആര് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡേഷൻ നടത്തും, ആര് ഞങ്ങൾക്ക് വേണ്ടി ഡൊണേഷൻ കൊടുക്കും, ആര് ഞങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് നൽകും, ആരാണ് ഞങ്ങൾക്കൊരു സഹായി ആയിട്ടുള്ളത്. എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചോ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവാണ് സഹായി. പരിശുദ്ധാത്മാവ് നിനക്ക് വഴി തുറക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ദിവസങ്ങളായിട്ട് ഒരു കടയുടെ മുമ്പിൽ വളരെ വിഷണ്ണനായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു കുടുംബനാഥൻ, കട അടഞ്ഞു കിടക്കുക. ഈ കുടുംബനാഥൻ ആ കടയുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. തൻ്റെ വരുമാന മാർഗം അടഞ്ഞു പോയല്ലോ. കർത്താവ് ഒരു വഴി തുറക്കും സഹോദര. കർത്താവിൽ നീ ആശ്രയിക്ക്. നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കും. വിശ്വസിക്കണം, നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. കർത്താവെ, ഞാൻ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു, വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു ക്യാൻസർ രോഗി വളരെ വിഷമിച്ചാണ്. തലമുടിയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോയി, കീമോതെറാപ്പിയൊക്കെ ശേഷം വളരെ ഭാരപ്പെട്ടായിരിക്കുന്നത്. എൻ്റെ സഹോദരി, വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവുണ്ടെന്ന്. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചോ. എത്ര വലിയ ഞെരുക്കത്തിൻ്റെ നടുവിലാണെങ്കിലും ഒരു കുളിർക്കാറ്റ് തന്ന് പരിശുദ്ധാത്മാവ് എപ്പോഴും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കണം. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ എല്ലാ ഞെരുക്കത്തിൻ്റെ നടുവിലും, എൻ്റെ എല്ലാ വിഷമത്തിൻ്റെ നടുവിലും, എൻ്റെ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണ് തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് പാടിക്കേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും. ആമേൻ. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ ഞാനിതൊരു തീരുമാനമാണ്. കർത്താവേ, ഞാൻ എന്നും നിന്നെ അനുസരിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ, നിന്നെ ചെന്നും ചേർത്ത് നിൽക്കാനുള്ള തീരുമാനം. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണിത്. പരിശുദ്ധാത്മാവേ, എന്നും ഞാൻ ചേർന്ന് നിന്നുകൊള്ളാം. ആ വലിയ വിശ്വാസത്തോടുകൂടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ